ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ കാണുന്നതല്ല, ഇത് പത്രങ്ങളിൽ വായിക്കുന്ന പോലെയല്ല ഢാക്കയിലും ബംഗ്ലാദേശിലും ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും തമാശയൊന്നുമല്ല. അവർ ഏകദേശം വരുന്ന അവിടുത്തെ പോപ്പുലേഷനിലെ 7.6% ഹിന്ദു മൈനോറിറ്റി അണ്ടർ ട്രമൻഡിയസ് ത്രെറ്റിലാണ്. ഭീകരാവസ്ഥ പോലെയാണ് അവിടെ ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത്. അവിടുന്ന് ഹിന്ദുക്കളായ ചെറുപ്പക്കാരെ സുഹൃത്തുക്കൾ തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കൂട്ടം ആൾക്കാർ പോയി ലഞ്ച് ചെയ്യുന്നു. ദുർഗാപൂജ നിങ്ങൾക്കറിയാം, ബംഗാളികൾക്ക് വലിയ പ്രശസ്തമാണ്. അപ്പം അതുമായിട്ട് വെച്ചിരിക്കുന്ന മണ്ഡപങ്ങളും സ്ഥലങ്ങളും ഒക്കെ വന്ന് ആക്രമിക്കുന്നു. ഐസ്കോണിൻ്റെ ഒരു സന്യാസി, അയാളെ പിടിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേപോലെ പലരെയും, സ്ത്രീകളെ അതിഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, ക്രൂരമായിട്ട്. നമ്മൾ ഈ വാർത്തകളിൽ കാണുന്ന പോലെയല്ല ചിലത്. കാരണം കൽക്കട്ടയിൽ എൻ്റെ പല സുഹൃത്ത് അവിടെയുള്ള ജേർണലിസ്റ്റുകൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഢാക്കയിൽ അവിടെയൊക്കെ പോയി അവർ പറയുന്നത് അവർക്ക് പോലും പലത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ പുറകിൽ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പുറകിലാണ്. കാരണം എന്താണ് റിപ്പോർട്ട്, എന്താണ് ചോദിക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് അവരാണ്. കാരണം പോലീസിനും അവിടെ യാതൊരു റോളും ഇല്ലാതായി. പോലീസിനും അവിടുത്തെ ഭരിക്കുന്ന കെയർടേക്കർ ഗവൺമെൻറ്, പഴയ നോബൽ പ്രൈസ് കിട്ടിയ യൂനിസിന് യാതൊരു പവറും ഇല്ലാതായി. പൂർണ്ണമായിട്ടും ഈ വളരെ ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിം ഗ്രൂപ്പുകൾ പൂർണ്ണമായിട്ടും അങ്ങ് ബുൾഡോസ് ചെയ്യുവാണ് അവരുടെ ഹിന്ദു കമ്മ്യൂണിറ്റി എല്ലാ രീതിയിലും. അപ്പോൾ ഇന്ത്യ തിരിച്ച് ഇപ്പോൾ ചില കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ച് ഇന്ത്യ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നു, അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്ത്യക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ആഴ്ച കഴിയുമ്പോൾ ബംഗ്ലാദേശ് പട്ടിണിയിലായി. സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1964 ഇന്ത്യയാണ് അവർക്ക് സ്വാതന്ത്ര്യമൊക്കെ മേടിച്ചു കൊടുക്കുന്നത്, മുക്തിവാഹിനി എന്നും പറഞ്ഞുകൊണ്ട്. അവിടെ ഒരു ആക്ട് കൊണ്ടുവന്നു, എനിമി പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞു, പ്രൊവിഷൻ ആക്ട്. അപ്പം ഇതിനകത്ത് അവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള മറ്റ് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ 53%, 1.9 മില്യൺ ഏക്കേഴ്സ് ഈ ലാൻഡ് ഗവൺമെൻറ് അങ്ങ് എടുത്തു. അവിടെ ആ സന്ദർഭത്തിൽ എടുത്ത സമയത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ നിശബ്ദമായിട്ടിരുന്നു. അതായത് കോൺഗ്രസ് സർക്കാർ. അതിൻ്റെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത്. അതായത് ഇന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റാണെങ്കിലും ഇവിടെ ഭരിക്കുന്നവർക്കാണെങ്കിലും ഇവിടെയുള്ള മെജോറിറ്റി ഗ്രൂപ്പായ ഹിന്ദുസും ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട അന്ന് 1965 അവർ കൊണ്ടുവന്നൊരു ആക്ടുണ്ട്. അവിടെ നിന്ന് ഹിന്ദുക്കൾ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഹിന്ദുക്കൾ, കർഷകരും ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ 1.9 മില്യൺ ഏക്കേഴ്സ് 53% അവരുടെ ലാൻഡ് ഗവൺമെൻറ് എടുത്തിട്ട് അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു. ഇവിടെ വഖഫുമായിട്ട് നടക്കുന്നവരൊക്കെ അറിയേണ്ട ഒരു വസ്തുതയാണ് ഈ സംഭവം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? പിന്നീട് ഇങ്ങോട്ട് നോക്കുക. അവിടെയുള്ള ഹിന്ദു പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് റെഡ്യൂസ്, 22% വരെയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഡിക്ലൈൻ ചെയ്തത്. ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോയത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവിടെ നടക്കുന്ന റയറ്റും ഹിന്ദുക്കൾക്കെതിരെയുള്ള അറ്റാക്കും ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ പ്രശ്നമായി. കാരണം അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ പോലീസും സെക്യൂരിറ്റി ഏജൻസിയിൽ ഭയങ്കര അലേർട്ടിലായി. അപ്പോൾ അതെന്താണ് ഇഷ്യൂ അടുത്തത്? കാരണം ഇതെല്ലാം ബംഗാളികളാണ്. കാരണം ഈ കൽക്കട്ടയാണെങ്കിൽ അവിടെയൊക്കെ വന്ന് താമസിക്കുന്ന ബംഗ്ലാദേശികളായ മുസ്ലിംസ് അവരുടെ ലൈഫിനും ത്രട്ടായി. കാരണം ബംഗാളിൻ്റെ സ്വഭാവമുണ്ട്, എപ്പോഴും റൈറ്റ് ഉണ്ടാകാം. അത് പണ്ട് മുതലേ അങ്ങനെയാണ്, ഹിന്ദു മുസ്ലിം റൈറ്റ്. അതിന് പേര് കുപ്രസിദ്ധമായ സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. ഏത് സമയത്തും ഇത് പൊട്ടിപ്പുറപ്പെടാം. ഇപ്പോഴാണ് മമതാ ബാനർജി സംഭവത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. അവരും ഭയന്നു പോയി. കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ ഇവൻറ്റുകൾ. ഇപ്പം എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ബംഗ്ലാദേശി ഗവൺമെൻറ്റിന് ഏതൊക്കെ രീതിയിൽ പ്രഷറൈസ് ചെയ്യാം?
ഇപ്പം ഇവിടെ ചില വീഡിയോകളും ചില വാർത്തയൊക്കെ വരുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇമോജി കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. അവന്മാർക്ക് വേണ്ടി പറയുന്നൊരു വീഡിയോ ആണിത്. എന്താണ് ബംഗ്ലാദേശ്, എന്താണ് ഇന്ത്യ എന്ന മഹാരാജ്യം, ഇന്ത്യ ഏതൊക്കെ രീതി എന്തെങ്കിലും നടപടിയെടുത്താൽ മനസ്സിലാക്കുക, ഒറ്റ മാസത്തിനുള്ളിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം പട്ടിണിയിലായി, ലിറ്ററലി. ഓരോ തെളിവുകൾ അങ്ങ് തരാം. നിങ്ങളുടെ ധാരണ എത്ര ലക്ഷം പേരാണ് അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്? മനസ്സിലാക്കുക, അത് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഇവിടെ ഇല്ലീഗലായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. ഇപ്പം എത്രയാണ് നിങ്ങളുടെ ധാരണ? 2 കോടിയിലധികമാണ്. അതായത് അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ബംഗ്ലാദേശികൾ ഇന്ത്യയിലെ ലേബറായിട്ടും ഇന്ത്യയുടെ ഫാക്ടറികളിലും ഒക്കെ ജോലി ചെയ്യുന്നത്. കാരണം ബംഗ്ലാദേശിൽ ജോലിയില്ല. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടൊരു ബാക്ക്ഡോർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത്രയും പേര് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരെ ഈ 2 കോടിയിൽ ഏകദേശം 10-20% തിരിച്ചയക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചാൽ ഈ ബംഗ്ലാദേശ് അവിടെ ചെന്നിരിക്കും? ആദ്യത്തെ ചോദ്യമാണ്. പിന്നെ മറ്റൊരു എക്കണോമിക് ഫാക്ടറുണ്ട്. ബംഗ്ലാദേശിൻ്റെ 11ഓളം ഡിസ്ട്രിക്റ്റ്, അതായത് ഗുവാഹട്ടിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗം, അവർക്ക് സ്പീഡ് ഡീസൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതായത് ബ്രഹ്മപുത്ര ബാങ്ക്സിൽ നിന്ന് എടുക്കുന്ന ഓയിൽ ബ്ലോക്സിൽ നിന്ന് എടുക്കുന്ന ഓയിൽ ഇവിടെ അവിടെ തന്നെ സംസ്കരിച്ച് 138 കിലോമീറ്റർ പൈപ്പ് ലൈനിൽ കൂടെ ഈ 11ഓളം ഡിസ്ട്രിക്റ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 380 കോടി രൂപ സ്പെൻഡ് ചെയ്താണ് ഈ പ്രോജക്റ്റ്. ഇതിനകത്ത് 19 കിലോമീറ്റർ ഉള്ളൂ ഇന്ത്യയിൽ, ബാക്കി മുഴുവനും ബംഗ്ലാദേശിൽ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാൻഡായിട്ട് കൊടുത്ത് ഈ പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്നത് 11 ഡിസ്ട്രിക്റ്റിൽ. എന്തുകൊണ്ടാണ് ഇതിന് ആ ഒരു പ്രാധാന്യം ഇതിന് വരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം? കാരണം ബംഗ്ലാദേശിൻ്റെ പോർട്ടിൽ നിന്ന്, ഒരു വെളിയിൽ നിന്ന് ഇത് ക്രൂഡ് മേടിച്ചിട്ട്, ഇത് മലമ്പ്രദേശമാണ് ഗുവാഹട്ടിയുടെ ഞാൻ ഈ പറയുന്ന ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ. ഇപ്പം ഇങ്ങോട്ട് ഈ പെട്രോളിയം പ്രോഡക്ട്സോ ഡീസൽ അവിടെ എത്തിക്കാൻ അതിഭയങ്കരമായ ചിലവാണ്. ട്രക്കുകൾ ഓടാനും വണ്ടികൾ ഓടാനും അവിടെ ഒരു പരിപാടിയും നടക്കത്തില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ സഹോദര രാജ്യം എന്ന രീതിയിൽ അവരെ സഹായിച്ചത്. അത് ആലോചിച്ച് നോക്കി, ഇന്ത്യ ഒറ്റ മാസം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങോട്ട് ഇനി അയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 11 ഡിസ്ട്രിക്റ്റിൽ വണ്ടി ഓടില്ല. കാരണം അവർക്കൊരു കാരണവശാലും അവിടെ നിന്ന് ഈ കൂടെടുത്തിട്ട് ഈ പെട്രോളിയം പ്രോഡക്ട്സ് അവിടുത്തെ ഢാക്ക പോർട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനൊരു ടെറൈനായത്. അത് ഇവിടെ നിന്ന് ഇമോജി അടിക്കുന്നതിനൊക്കെ മനസ്സിലാക്കി സംഭവം. പിന്നെ നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിലെ സിലിഗുഡി പാർട്ടിയിൽ നിന്ന് ടീസ്റ്റ എന്ന് പറഞ്ഞ റിവറുണ്ട്, അതിന് കേട്ടിട്ടുണ്ടോ? ഇത് സിക്കിമിൽ നിന്നാണ് വരുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നിട്ട് നോർത്ത് ബംഗാളിൽ കൂടെ, അതായത് സിലിഗുഡി ആ ഭാഗത്തുകൂടി ഈ വെള്ളം ഒന്ന് തടഞ്ഞാൽ അവിടെ വീണ്ടും 4-5 ഡിസ്ട്രിക്റ്റിന് മനസ്സിലാക്കുക കുടിവെള്ളമില്ല. ഇതാണ് സ്ഥിതി. ഇതൊന്നും ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുമൊന്നുമില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ്. അവരിതേപോലുള്ള ഈ ചെറ്റത്തരമൊന്നും ഒരിക്കലും കാണിക്കത്തൊന്നുമില്ല. പിന്നെ മറ്റൊരു പോയിന്റ് നിങ്ങൾക്കറിയോ? ഓരോ വർഷവും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് 2024 കണക്കനുസരിച്ച് 4 ലക്ഷം പേരാണ്. 4 ലക്ഷം പേരാണ് ഇവിടെ വരുന്നത്. ടെൻഷൻ കുറഞ്ഞ് ഏകദേശം 3-3.5 ലക്ഷമായി. ഇവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റിന് വരുന്ന അവിടെ രോഗികൾക്ക് മനസ്സിലാക്കുക, ഇവിടെ ഇമോജി അടിക്കുന്ന കിഴങ്ങന്മാർ ഇത് മനസ്സിലാക്കുക, അവരിവിടെ വന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ 50% ബില്ല് കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? കാരണം സഹോദര രാജ്യമാണ്, അവർക്കിത് താങ്ങാൻ പറ്റത്തില്ല ഈ ബില്ല്. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇവരുടെ മെഡിക്കൽ ബില്ല്, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയോളം കൊടുക്കുക. ഇന്ത്യക്കാരന് കിട്ടുന്നില്ല ഇത്, എന്നിട്ടാണ് നമ്മൾ അവരെ അത് സഹായിക്കുന്നത്.
പിന്നെ നിങ്ങൾ കേട്ട് കാണും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഗാർമെൻ്റ് എക്സ്പോർട്ട് ഒരു വലിയ സംഭവമാണ്. ശരിയാണ്, ശരിക്കും ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഗാർമെൻറ്റിൽ അവർ മുമ്പിലാണ്. മനസ്സിലാക്കുക, ഇതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ ഈ 60% പോകുന്ന ഇന്ത്യയാണ്. മനസ്സിലാക്കുക. അതേപോലെ അവന് തേയിലയും കോഫിയും ഒക്കെ കുടിക്കണമെങ്കിൽ, ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ നിന്ന് പോകണം. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇവിടൊക്കെ കയറി ഇന്ത്യ കയറി പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായി? ഇതെവിടെ ചെന്നേക്കും? ഇത് മനസ്സിലാക്കേണ്ടതാണ്. ആ രീതിയിലൊന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യക്കാരും ഇന്ന് വരെ ഒരു രാജ്യത്തോടും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവിടെ പലപ്പോഴും ഈ ക്രൂഡ് മേടിക്കാൻ വിദേശ നാണ്യം കുറവുള്ളപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇവർക്ക് സഹായം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് പാകിസ്ഥാനേക്കാളും കഷ്ടമായി, ശ്രീലങ്കയെക്കാളും കഷ്ടമായി പോയവരെ. ഇവർ ഈ സ്റ്റാർവേഷൻ പട്ടിണി ഇൻഡെക്സിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടുത്തെ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഉയർത്തി കാണിക്കും. ബംഗ്ലാദേശ് ഇന്ത്യയെക്കാളും മുമ്പിലാണ്, ഹാപ്പിനെസ് കൂടുതലാണ്. ഈ ഇന്ത്യയെ വന്ന് ഇവരെ ഈ 2 കോടി പേരിൽ 1 കോടി ആൾക്കാരെ കൂടി തിരിച്ചയച്ചു കഴിഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട് എന്തോ ഉണ്ടാകുന്ന സ്ഥിതി, ആ രാജ്യത്തിൻ്റെ സ്ഥിതി. അവിടെ തൊഴിലില്ല. ഇനി ഇവരെന്തിനാണ് അവിടെയുള്ള മതതീവ്രവാദികൾ, തീവ്രശക്തികളും ഇത്രമാത്രം ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തതിൻ്റെ കാര്യമുണ്ട് പുറകിൽ. അതും എക്കണോമിക് ഇൻട്രസ്റ്റ്. ഈ ധാക്കയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇപ്പോഴും ഹിന്ദുക്കളുടെ കയ്യിലാണ് ലാൻഡ് ഉള്ളത്. അവിടുന്ന് അവരെ അടിച്ചോടിച്ച് വിട്ട് ആ ലാൻഡ് സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ആലോചിച്ച് നോക്കുക, എത്ര ക്രൂരതയാണ് ഇവർ കാണിക്കുന്നത്. നമ്മളീ കാണുന്ന സംഭവമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ എന്താ ഉണ്ടാകുന്നത്? അവിടെയുള്ള ഹിന്ദുക്കൾ അവിടെയുള്ള ബംഗ്ലാദേശിനെതിരെ ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ബംഗ്ലാ എന്ന് പറഞ്ഞ ഭാഷ, അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലും അവിടെയൊക്കെ നമ്മുടെ ഈ മലയാളം പോലെ തന്നെയാണ് അതിൻ്റെ അകത്തെ മാറ്റം. അതായത് കാസർഗോഡും കോഴിക്കോടും സംസാരിക്കുന്ന മലയാളവും തിരുവനന്തപുരത്തും കോട്ടയത്തും സംസാരിക്കുന്ന മലയാളത്തിൻ്റെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഈ ശാരദ നാരദ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് എനിക്കിഷ്ടം പോലെ ബംഗ്ലാദേശി ജേർണലിസ്റ്റ് അവിടെ ആൾക്കാരെയൊക്കെ അറിയാം. എൻ്റെ ഒത്തിരി പേര് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിനെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും, കാരണം അവരുടെ കയ്യിലല്ല ഇതൊന്നും. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, ഇത്ര മോശമായിട്ട് ആ രാജ്യത്തെ മാറ്റിയതിന് ഷെയ്ഖ് ഹസീനയ്ക്ക് കാര്യമായ പങ്കുണ്ട്. ഒരു കാരണവശാലും ജനാധിപത്യത്തിൽ പോകുന്നൊരു രാജ്യത്ത് ഉരുക്കുമുഷ്ടിയോടുകൂടിയുള്ള ഭരണവും അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെ അവിടെ എന്തെങ്കിലും അവരെ മുഴുവൻ അടിച്ചൊതുക്കി ജയിലിലാക്കുക, പിന്നീട് അതാണത് കൺവേർട്ട് ചെയ്ത് ഇസ്ലാമിക് ടെററിലോട്ടും ഫണറ്റിക്കായിട്ട് ഇത് മാറാനുണ്ടായ കാരണം, ഈ രീതിയിലോട്ട് മാറാനുണ്ടായ കാരണം. ഇതിനകത്ത് സക്കീർ നായിക്കിന് വലിയ പങ്കുണ്ട്. അവിടെ 2 ബോംബ് പൊട്ടി, നിങ്ങൾക്കറിയാം, അവിടുത്തെ ഒരു കോഫി ഷോപ്പിൽ ബോംബ് പൊട്ടി എത്ര പേരാണ് മരിച്ചത്. ഇപ്പം ഈ രീതിയിലോട്ടാണ് ബംഗ്ലാദേശിൻ്റെ പോക്ക്. ഇവിടെ ഇമോജി ഇടുന്നവർ പലരോടും പറയാം, ഇന്ത്യ ചില സമ്മർദ്ദവും ആക്ഷൻ എടുത്താൽ ബംഗ്ലാദേശ് തീർന്നു പോകും. അത്രയുള്ള രാജ്യം, അവൻ്റെ എക്കോണമി മുഴുവനും ഡീറെയിൽ ചെയ്തു പോകും. അവന് റോ മെറ്റീരിയൽ ഉണ്ടെങ്കിലല്ലേ അവൻ ഈ സാധനം അവിടെ ഗാർമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവൻ വിദേശത്തോട്ട് അയച്ച് വിദേശ നാണ്യം മേടിക്കുന്നത്. അവന് പവർ ജനറേറ്റ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താലല്ലേ അവൻ്റെ അവിടുത്തെ ഇലക്ട്രിസിറ്റി, അവൻ്റെ ലൈറ്റ് അവിടെ കത്തുകയുള്ളൂ. അവന് ഇവിടുന്ന് ഡീസൽ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താൽ, അതായത് മനസ്സിലാക്കുക, നമ്മൾ ആ ഡീസൽ ഇന്ത്യയിൽ ഉപയോഗിക്കാതെ അവർക്ക് കൊടുക്കുക, അതും വില കുറച്ചാണ് കൊടുക്കുന്നത്. കാരണം അവനെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഈ ബംഗ്ലാദേശിനെ സഹായിച്ചത്, അതിൻ്റെ 1000 ഇരട്ടി നെഗറ്റീവായിട്ട് അവിടെ ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഒരു കൺട്രോളും ഇല്ലാതായി. ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശക്തമായ നിലപാടെടുത്തേ മതിയാകത്തുള്ളൂ. ഞാനീ പറയുന്ന ഈ ആശുപത്രിയിലുള്ള ഈ രോഗികളുടെ കാര്യമൊന്നുമല്ല. പക്ഷേ ഇനി മുതൽ കൽക്കട്ടയിലെ ചില ആശുപത്രി ബംഗ്ലാദേശി ആയിട്ടുള്ള അവരുടെ സിറ്റിസനെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ജനങ്ങളുടെ സമ്മർദ്ദം. ഏത് സമയത്താണ് കൽക്കട്ടയിൽ ഇത് പൊട്ടാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും കൽക്കട്ടയുടെയും വെസ്റ്റ് ബംഗാളിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. അതേപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇല്ലീഗലായിട്ട് നടന്ന് ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികൾക്ക് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 2 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല.
വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് ടിക്കർ ബോംബ് പോലെ അങ്ങായി മാറി. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി അവരാരുടെയും തോളയിലും കയറാണ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വലിയ ഹോസ്പിറ്റാലിറ്റി ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ തോളയിലോട്ട് കയറാൻ പോയി കഴിഞ്ഞപ്പം ഇതിനെല്ലാം ഒരു സമയത്ത് വളം വെച്ച് കൊടുത്തത് മമതാ ബാനർജിയായിരുന്നു. ആലോചിച്ച് നോക്കുക. അവരാണ് അവർക്ക് സ്ഥിരമായിട്ട് ജയിക്കാൻ വേണ്ടി അവിടെയുള്ള ഇല്ലീഗലായിട്ട് അൺഡോക്യുമെൻ്റഡായിട്ട് വരുന്ന അവിടെ ബംഗ്ലാദേശികളായിട്ടുള്ള മുസ്ലിങ്ങൾ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത് അവർ സ്ഥിരമായിട്ട് ജയം തുടങ്ങി. ഇതിൻ്റെയൊക്കെ വില അവർ കൊടുക്കാൻ പോവുകയാണ്. അതാണ് പറയുന്നത്. നിങ്ങൾ എത്രമാത്രം ഇല്ലീഗലായിട്ടും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് തിരിച്ചടി കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് എവിടെ പോയി എന്താവും എന്നൊക്കെ പറയുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ആലോചിക്കുന്ന വിഷയമാണ് ഈ ഡൊണാൾഡ് ട്രംപ് അവിടെ വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് അവരെ അവിടെ നിന്ന് കടത്താൻ തീരുമാനിക്കുക. അപ്പോൾ അതും ഏകദേശം 2 കോടിയോളം പേരാണ് ഇല്ലീഗൽ അൺഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അമേരിക്കയിൽ. അതേപോലെ 2 കോടി ബംഗ്ലാദേശികളാണ് അൺഡോക്യുമെൻ്റഡ് ആയിട്ട് ഇന്ത്യയിലെ പലയിടത്തും ജോലി ചെയ്യുന്നത്. കേരളത്തിൽ ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെന്നാണ് പറയുക ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ. ഇത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബംഗാളികളോട് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ എന്ന് പറയും. പിന്നെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ട പറയത്തില്ല, മുഷീറാബാദ് പറയും. എവിടെ ഈ മുഷീറാബാദ് സ്ഥലം അറിയോ? ഈ ബംഗ്ലാദേശിൻ്റെ ബോർഡർ. അത് പെട്ടെന്ന് ക്രോസ് ചെയ്യും. ഇതാണ് സംഭവം. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് മനസ്സിലാക്കേണ്ട നമ്മൾ പോയിന്റ് ഉണ്ട്. ഇങ്ങനെ ഒരു രാജ്യത്ത് സമാധാനമായിട്ട് പോകുന്ന 2 സൗഹൃദ രാജ്യങ്ങളിൽ പെട്ടെന്ന് ഡെവലപ്മെൻ്റ് ഉണ്ടായി ഇത്രമാത്രം അത് ലിഞ്ച് ചെയ്യുകയാണ്. ഇതുണ്ടാകും. ഇന്ത്യ ഗവൺമെൻറ് ഇനി അത് നോക്കി നിൽക്കാൻ പാടില്ല. എവിടേക്കാണ് പ്രഷർ ചെറുതായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു തന്നെയാണ് ഇനി ഫർദർ ബംഗ്ലാദേശിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകും. ആ രീതിയിലാണ് ഓരോ ദിവസത്തെ ഡെവലപ്മെൻറ്റ് ആ രാജ്യത്ത് നടക്കുന്നത്.